നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ത്യൻ അതിർത്തിയിൽ പാകിസ്ഥാന്റെ പ്രകോപനം ഇപ്പോഴും തുടരുകയാണ്. എന്നാൽ പാകിസ്ഥാന്റെ ഓരോ നീക്കങ്ങളെയും വേരോടെ പിഴുതെറിയാൻ ഇന്ത്യൻ സൈന്യം സജ്ജരായി തന്നെ അതിർത്തികളിൽ നിലകൊള്ളുകയാണ്. പൂഞ്ചിൽ ഇന്ത്യൻ വ്യോമാതിർത്തി കടന്ന പാക് യുദ്ധവിമാനം ഇന്ത്യ വെടിവെച്ചിട്ടു. 26 സ്ഥലങ്ങളിൽ പാകിസ്ഥാന്റെ ഡ്രോണുകളും ഇന്ത്യൻ സൈന്യം തകർത്തു. പാകിസ്ഥാന്റെ 3 വ്യോമത്താവളങ്ങളിൽ സ്ഫോടനമുണ്ടായെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. നൂർഖാൻ, റഫിക്കി, മുറിദ് എന്നീ വ്യോമത്താവളങ്ങളിലാണ് സ്ഫോടനമുണ്ടായത്. ആക്രമണമുണ്ടായതായി പാക് മാധ്യമങ്ങളും സ്ഥിരീകരിച്ചു. പാകിസ്ഥാൻ ഇന്നലെ ഇന്ത്യയിൽ ലക്ഷ്യം വെച്ചത് 26 കേന്ദ്രങ്ങളാണെന്നാണ് സൂചന. ഗുജറാത്ത്, രാജസ്ഥാൻ, പഞ്ചാബ്, ജമ്മു കാശ്മീർ എന്നീ സംസ്ഥാനങ്ങളിലെ 26 സ്ഥലങ്ങൾ ലക്ഷ്യമിട്ടാണ് പാകിസ്ഥാൻ ഇന്നലെ ഡ്രോണാക്രമണം നടത്തിയത്. പാകിസ്ഥാന്റെ ഈ നീക്കത്തെ ഇന്ത്യ ശക്തമായി തിരിച്ചടിക്കുകയും ചെയ്തു. നിയന്ത്രണ രേഖയിൽ ഇപ്പോഴും കനത്ത വെടിവെപ്പ് തുടരുകയാണ്. സ്ഫോടനമുണ്ടായതിന് പിന്നാലെ പാകിസ്ഥാന്റെ വ്യോമപാത പൂർണ്ണമായും അടച്ചു. നൂർഖാൻ, റഫീഖി, മുരിദ് എന്നീ എയർബേസുകൾ അടച്ചു. അതേസമയം ഇന്ത്യ പാക് സംഘർഷം തുടരുന്നതിനിടെ രാജ്യത്തെ 32 വിമാനത്താവളങ്ങളാണ് അടച്ചത്. മെയ് 15-ാം തീയതി വരെ പ്രവർത്തനങ്ങൾ നിർത്തിവെച്ചതായി എയർപോർട്ട് അതോറിറ്റി അറിയിച്ചു. തുടർച്ചയായ 2ാം ദിവസവും പാകിസ്ഥാൻ രാത്രി ഡ്രോണാക്രമണം നടത്തിയതിന് പിന്നാലെയാണ് വിമാനത്താവളങ്ങൾ അടച്ചിട്ടത്. അതേസമയം പാകിസ്ഥാൻ ഇന്ത്യയിലെ സാധാരണക്കാരെ ലക്ഷ്യമിട്ടുള്ള ആക്രമണം തുടരുകയാണ്. പാകിസ്ഥാൻ നടത്തിയ ഷെല്ലാക്രമണത്തിൽ ജമ്മു സർക്കാരിലെ ഒരു ഉദ്യോഗസ്ഥന് ജീവൻ നഷ്ടമായിരുന്നു. ജമ്മു കാശ്മീർ അഡ്മിനിസ്ട്രേഷൻ സർവീസിലെ ഉദ്യോഗസ്ഥനായ രാജ്കുമാർ താപ്പയാണ് രജൌരിയിൽ നടന്ന ഷെല്ലാക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള ഇക്കാര്യം സ്ഥിരീകരിക്കുകയും ചെയ്തു. അഡീഷണൽ ജില്ലാ വികസന കമ്മീഷണറാണ് കൊല്ലപ്പെട്ട രാജ്കുമാർ താപ്പ. ഷെല്ലാക്രമണത്തിൽ അദ്ദേഹത്തിന്റെ വീട് ഉൾപ്പെടെ തകർന്നു. ഇതിലാണ് അദ്ദേഹം കൊല്ലപ്പെട്ടത്. സംഭവത്തിന് പിന്നാലെ ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള അനുശോചനം രേഖപ്പെടുത്തുകയും ചെയ്തു. പ്രകോപനം തുടരുന്ന സാഹചര്യത്തിൽ പാകിസ്ഥാന്റെ ഓരോ നീക്കങ്ങളെയും അടിമുടി വീക്ഷിക്കുകയാണ് കേന്ദ്രം. ഇന്ത്യ പാക് സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ നിർണായക യോഗം ചേർന്നു. കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ, വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. നേരത്തെ കര, വ്യോമ, നാവികസേനകളുടെ മേധാവികളുമായും പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തിയിരുന്നു.